ഹലോ ഹായ് ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഫിഷ് വളർത്തുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളിൽ പലരും ഒരുപാട് തവണ ചെയ്ത് പരാജയപ്പെട്ട ഒരു മൊയ്ന കൾച്ചർ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മൊയ്ന ക്രാഷ് ആവാതെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐഡിയ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു മൊയ്ന നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 100 രൂപയുടെ ഒരു മൊയ്ന നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബേസിലാണ് നമ്മൾ മൊയ്ന കൾച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളൊരിക്കലും ഒറ്റ ബേസിൽ അല്ലെങ്കിൽ ഒറ്റ പാത്രത്തിൽ മൊയ്ന കൾച്ചർ ചെയ്യാതിരിക്കുക. കാരണം ചെയ്യുമ്പോൾ മൾട്ടിപ്പിളായിട്ട് ചെയ്യുക. ഒരു 5 6 പാത്രത്തിലേക്ക് മൊയ്ന ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ മൊയ്ന കൾച്ചർ ഇപ്പോൾ ക്രാഷായി കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ കൾച്ചർ അടുത്ത പാത്രത്തിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്ത് വീണ്ടും അത് ക്രാഷ് ആവാതെ വീണ്ടും നല്ല രീതിക്ക് തന്നെ മൊയ്ന നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അത് കണ്ടിന്യൂ ആയിട്ട് ഫിഷിന് കൊടുക്കാനും നല്ല രീതിക്ക് തന്നെ ഒരു ഇൻകം അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചെറിയ ബേസിനാണ്. ഏകദേശം 15 ലിറ്റർ വെള്ളം കൊള്ളുന്ന ചെറിയ ബേസിനാണ് ഉപയോഗിക്കുന്നത്. വലിയ ബേസിന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബേസിനോട് ചൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ മൊയ്ന കൾച്ചർ അതിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3/4 ഭാഗം വെള്ളം നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മൊയ്ന ഇപ്പോൾ ഒരു അളവിലാണ് നമ്മൾ എല്ലാ ബേസിനിലേക്കും ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ചെറിയൊരു ബോട്ടിലിൻ്റെ കൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു മൊയ്ന എല്ലാത്തിലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം എന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിലിപ്പം മൊയ്ന കൂടുകയും വേറൊന്നിൽ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റ് ഒഴിക്കുന്നതും എല്ലാത്തിനും ഒരേ അളവിലാണ് ഈസ്റ്റ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ മൊയ്ന കൂടുതലുള്ളതിന് ഫീഡ് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ മൊയ്ന കുറച്ചുള്ളതിൽ നമ്മൾ ഈസ്റ്റ് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ക്രാഷ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒരു ചെറിയൊരു മെഷർമെൻറ്റ് ചെറിയൊരു രീതിക്ക് അളവെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ മൊയ്നയ്ക്ക് ഈസ്റ്റും അതുപോലെ മൊയ്ന എല്ലാം ഡിവൈഡ് ചെയ്ത് ഇപ്പം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഈസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഇപ്പം കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. 750 മില്ലിയുടെ ചെറിയൊരു കണ്ടെയ്നറാണ്. അതിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പറയുമ്പോൾ ചെറിയൊരു പഴയ ഫിഷ് കിടന്നിട്ടുള്ളൊരു വെള്ളത്തിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ ചെറിയൊരു ആൽഗയൊക്കെ ഉണ്ട്. അതിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഏഞ്ചലിൻ്റെ ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റാണ്. ഈ ഈസ്റ്റ് നമ്മൾ കുറച്ച് തട്ടി കൊടുക്കും. അതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ കലക്കി മൊയ്നയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മളെല്ലാം ഇത്